KPCC നേതൃയോഗത്തിൽ നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ മറ്റു പദവികൾ ഉണ്ടാകില്ല. അർഹതയുണ്ടായിട്ട് മാറി നിന്നവരെ പരിഗണിക്കും. എല്ലാവർക്കും സീറ്റ് നൽകാൻ കഴിയില്ലെന്നും KC വേണുഗോപാൽ. പുതിയ SIR പട്ടിക അടിസ്ഥാനമാക്കി വെള്ളിയാഴ്ച മുതൽ ഭവന സന്ദർശനം നടത്താനും KPCC നേതൃയോഗത്തിൽ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MLA സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടാൽ മറ്റു പദവികൾ നൽകില്ലെന്ന് KPCC നേതൃയോഗത്തിൽ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. അർഹതയുണ്ടായിട്ടും മാറി നിന്നവരെ തത്തുല്യ സ്ഥാനങ്ങളിൽ പാർട്ടി പരിഗണിക്കും. ആരും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കരുത്. തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും സീറ്റ് നൽകാനാകില്ല. എന്നാൽ സർക്കാർ വരുമ്പോൾ അർഹമായ പരിഗണന നൽകും. എല്ലാവരും തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കണം. എല്ലാവരുടെയും പ്രവർത്തനം വിലയിരുത്തുമെന്നും പാർട്ടി ഇക്കാര്യം പ്രത്യേകം നിരീക്ഷിക്കുമെന്നും സ്ഥാനാർത്ഥികളെ വളരെ വേഗം പ്രഖ്യാപിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ജാഥയുടെ ഇടയിൽ തന്നെ ഞങ്ങളുടെ ഡിസ്കഷന്റെ പ്രോഗ്രസ് ഞങ്ങൾ വിലയിരുത്തും. ജാഥ അതിനോട് തടസ്സമല്ല. ജാഥാ സമാപനം അതിന് ഒരു കട്ട് ഓഫ് ഡേറ്റ് അല്ല. അതിനിടയിൽ അതിന് ശേഷവുമായിട്ട് കാര്യങ്ങൾ തീർക്കും. രമേശ് ചെന്നിത്തല അധ്യക്ഷനായുള്ള കോൺഗ്രസ് പ്രചരണ സമിതിയുടെ ആദ്യ യോഗവും ചേർന്നു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി കേരളത്തിലുണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കിഫ്ബി ഫണ്ട് ദുരുപയോഗിച്ച് സർക്കാർ നടത്തുന്ന പരസ്യ ക്യാമ്പയിൻ അവസാനിപ്പിക്കണമെന്നും രമേശ് ചെന്നിത്തല. സർക്കാരിന്റെയും പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി കിഫ്ബി ഫണ്ട് ദുരുപയോഗപ്പെടുത്തുകയാണ്. മൂന്നാം പിണറായി സർക്കാരിന്റെ ലക്ഷ്യം വെച്ച് കിഫ്ബി ഫണ്ട് ദുരുപയോഗം ചെയ്ത് സർക്കാർ നടത്തുന്ന ഈ പരസ്യ ക്യാമ്പയിൻ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഔദ്യോഗിക യോഗങ്ങൾക്ക് ശേഷം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. ഈ മാസം അവസാന വാരത്തോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് കോൺഗ്രസ് തീരുമാനം. പാലക്കാട്, തൃപ്പൂണിത്തുറ ഒഴികെയുള്ള സിറ്റിംഗ് സീറ്റുകളിലും സംവരണ മണ്ഡലങ്ങളിലും തർക്കമില്ലാത്ത സീറ്റുകളിലും ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് നീക്കം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.